നിങ്ങൾക്കറിയില്ലേ, മഹാനായ അബൂ താലിബിന്റെ മുന്നിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച അബൂ താലിബിന്റെ മുന്നിലേക്ക് ഖുറൈശികൾ ഏതാനും വരികയാണ്. എന്നിട്ട് പറയുകയാണ്, മുഹമ്മദിനോട് ഈ പ്രബോധനം ഒന്ന് നിർത്തിവെക്കാൻ പറയണം, മുഹമ്മദിനോട് ഈ പ്രബോധനം ഒന്ന് നിർത്തിവെക്കാൻ പറയണം, ഇത് അവസാനിപ്പിക്കാൻ പറയണം. അവൻ എന്ത് വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാം. അവന് പണമാണ് വേണ്ടതെങ്കിൽ കൂമാരക്കണക്കിന് സമ്പത്ത് അവന് കൊടുക്കാം. ഇനി അവന് പെണ്ണാണ് വേണ്ടതെങ്കിൽ മക്കയിൽ അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ അവന് ഭാര്യയായി കൊടുക്കാം. ഇനി അവന് അധികാരമാണ് വേണ്ടതെങ്കിൽ മക്കയുടെ അധികാരം മുഹമ്മദിനെ ഞങ്ങൾ ഏൽപ്പിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ പിരിഞ്ഞു പോകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ അടുത്തെത്തിയപ്പോൾ അബൂ താലിബ് നബിയോട് പറയുകയാണ്, മോനെ, ഖുറൈശികളിൽപ്പെട്ട ഒരു നിവേദക സംഘം വന്നിരുന്നു. അവർ പറയുകയാണ്, നിനക്ക് വേണ്ടതെന്തും തരാം, നിനക്ക് വേണ്ടതെന്തും തരാം. ഈ ഉദ്യമത്തിൽ നിന്ന് നീ പിന്മാറണം, ഈ പ്രബോധനത്തിൽ നിന്ന് നീ പിന്മാറണം പൊന്നുമോനെ എന്നാണ് അവര് പറയുന്നത്. അവിടെ പ്രവാചകന്റെ മറുപടി എന്താണെന്നറിയുമോ? നബി പറയുകയാണ്, പൊന്നളേപ്പാ, ലൗ ബുദിഅ അശംസു അലാ യമാനി വൽ ഖമറു അലാ യസാരി. സൂര്യനെ കൊണ്ടുവന്നിട്ട് എന്റെ വലത് കൈയുടെ ഉള്ളം കൈയിലേക്ക് വെച്ചാലും ചന്ദ്രനെ കൊണ്ടുവന്നിട്ട് എന്റെ ഇടം കൈയിലേക്ക് വെച്ചാലും എന്റെ ഈ ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. ഒന്നുകിൽ ഈ ദൗത്യം വിജയിക്കും, അല്ലെങ്കിൽ ഈ ദൗത്യം പറഞ്ഞു ഞാൻ ഇവിടെ മരിക്കും. സുബ്ഹാനല്ലാഹ്. ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല പ്രിയപ്പെട്ടവരെ. രണ്ടാമതും ഖുറൈശികളിലെ നിവേദക സംഘം വരികയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ പറയുന്നത് പോലെ ഞങ്ങൾ കേൾക്കാം, അല്ലാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കാം. ഖുറൈശികൾ പറയാണ്, അല്ലാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കാം, നീ പറയുന്ന പദത്തിൽ ഞങ്ങൾ വിശ്വസിക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഞങ്ങൾ അംഗീകരിക്കാം. ഒരു വർഷം ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നതാണെന്നാൽ രണ്ടാമത്തെ വർഷം ഞങ്ങൾ പറയുന്നത് പോലെ നീ ജീവിക്കണം. നിന്റെ എല്ലാ കാര്യങ്ങളും നീ മാറ്റിവെക്കണം, നിന്റെ തൗഹീദ് നീ മാറ്റിവെക്കണം, നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ മാറ്റിവെക്കണം. എന്നിട്ട് ഞങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾ നീ ആരാധിക്കാൻ തയ്യാറാവണം. ഞങ്ങളെ വിളിക്കുന്ന ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാവണം. അത് അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു, പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടാകുന്നു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. നബിയെ പറയുക, അല്ലയോ സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്ന പ്രശ്നമില്ല, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്ന പ്രശ്നമില്ല, ഞാൻ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നത് പോലെ നിങ്ങളും ആരാധിക്കുന്ന പ്രശ്നമില്ല. ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങൾ ആരാധിക്കുകയില്ല, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ആരാധിക്കുകയില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾ നിങ്ങളുടെ മതമായി പോവുക, എനിക്ക് എന്റെ മതവും. പ്രിയപ്പെട്ടവരെ, തൗഹീദിന്റെ വിഷയത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ ഒരു നീക്കുപോക്കിന് അല്ലാഹുവിന്റെ റസൂൽ തയ്യാറായിരുന്നില്ല, സ്വഹാബത്ത് തയ്യാറായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ സഹിച്ച ത്യാഗം എത്രയാണെന്ന് നമുക്കറിയില്ലേ? ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ മണൽത്തരിയിൽ മലർത്തി കിടത്തുകയാണ്, ഭാരമുള്ള കല്ലുകൾ നെഞ്ചത്ത് കയറ്റി വെക്കുകയാണ്, ചാട്ടവാറടി തുരുതുരാ കൊള്ളുകയാണ്, മരുഭൂമിയിലൂടെ വലിച്ചെടുക്കുകയാണ്, കഴുത്തിൽ ചങ്ങല അണിയിച്ചുകൊണ്ടൊരു മൃഗത്തെ കൊണ്ട് നടക്കുന്നത് പോലെ മക്കയുടെ തെരുവീതികളിലൂടെ നടക്കുകയാണ്. ആ സമയത്ത് ബിലാൽ പറഞ്ഞതെന്താണ്? അഹദുൻ അഹദ്, അഹദുൻ അഹദ്, ഒരുവൻ മാത്രമാണ്, ഒരുവൻ മാത്രമാണ്, ഒരുവൻ മാത്രമാണ് ആരാധ്യൻ, ഒരുവൻ മാത്രമാണ് രക്ഷകൻ, ഒരുവൻ മാത്രമാണ് ഇലാഹ്, ഒരുവൻ മാത്രമാണ് ദൈവം, ഒരുവൻ മാത്രമാണ് സൃഷ്ടാവ്, അവനിൽ പങ്കു ചേർക്കാൻ സാധ്യമല്ല. നിങ്ങൾ എത്ര തന്നെ എന്നെ ആക്രമിച്ചാലും, എത്ര തന്നെ എന്നെ ബുദ്ധിമുട്ടിച്ചാലും, ബിലാലിന്റെ നാവിൽ നിന്ന് ആ തൗഹീദിനെതിരായ ഒരു വാക്ക് പോലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തിനു വേണ്ടിയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്, കലിമത്തു തൗഹീദിന് വേണ്ടിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ആരാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു? ഒരു കൊല്ലപ്പണിക്കാരനാണ്. വാളും പരിചയമുണ്ടാക്കുന്ന, ആയുധങ്ങൾ ഉണ്ടാക്കുന്ന, ഇരുമ്പിനെ പണിയെടുക്കുന്ന കൊല്ലപ്പണിക്കാരനായിരുന്നു ഖബ്ബാബ്. അടിമയായിരുന്നു അദ്ദേഹം, ഒരു സ്ത്രീയുടെ അടിമയായിരുന്നു ഖബ്ബാബ് റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു രാവിലെ തന്നെ വന്നിട്ട് പണി തുടങ്ങുന്നതാണ്, ജോലി തുടങ്ങുകയാണ്. ജോലി തുടങ്ങിയതാ ഇരുമ്പ് പഴിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും, തീ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടാകും. ആ ഇരുമ്പ് ഒരു ഭാഗത്ത് വാളുണ്ടാക്കുന്നതിന് വേണ്ടി, പരിചയം ഉണ്ടാക്കുന്നതിന് വേണ്ടി പഴിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. അതാ ഖബ്ബാബിന്റെ യജമാനത്തി വരികയാണ്. എന്നിട്ട് ആ ഇരുമ്പതാ, പഴുപ്പിച്ച ഇരുമ്പതാ കയ്യിലെടുക്കുകയാണ്, കയ്യുറകളോ മറ്റോ ഉപയോഗിച്ച് കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് വിവസ്ത്രനായ ഖബ്ബാബിന്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കുകയാണ്. ആ പഴുപ്പിച്ച ഇരുമ്പത ആ പാവം മനുഷ്യന്റെ മാംസങ്ങളിലൂടെ പ്രവേശിക്കുകയാണ്. ആ ശരീരത്തിലൂടെ പുക പുറത്തേക്ക് വരികയാണ്. ആ ഇരുമ്പിങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്ന സമയം ആ ചുട്ടുപൊള്ളുന്ന ഇരുമ്പിൽ പാവപ്പെട്ട ആ മനുഷ്യന്റെ, പാവപ്പെട്ട ആ മുഅ്മിനിന്റെ, വിശ്വാസിയുടെ ചോരയും മാംസവും പറ്റി പിടിച്ചിട്ടുണ്ടാകുമെന്നാണ്. ഖബ്ബാബ് വേദന കൊണ്ട് കരയുന്നതാണ്. ആ കരയുന്ന കരച്ചിലും ഖബ്ബാബ് വിളിച്ചിരുന്നത് ആരെയാണെന്നറിയുമോ? യാ അല്ലാഹ്, അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ ഏകത്വത്തിനു വേണ്ടി, നിന്റെ കലിമത്തു തൗഹീദിനു വേണ്ടിയാണ് റബ്ബേ ഞാൻ ഇതെല്ലാം സഹിക്കുന്നത് എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളാണ്. ആ പ്രവാചകൻ സഞ്ചരിച്ച വഴിത്താരയിൽ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി ആ പ്രവാചകന്റെ കാൽപ്പാടുകളെ പിൻപറ്റിക്കൊണ്ട് മരണം വരെ ജീവിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ വിഷയത്തിൽ കർക്കശക്കാരായിരുന്നു. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. മരണം സംഭവിച്ചാൽ പോലും ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദാരാണ്, ആദ്യത്തെ രക്തസാക്ഷിയാരാണ്? സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടത്. എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? കുന്തമെടുത്തുകൊണ്ട് കുടിയ സ്ഥാനത്തേക്ക് കുത്തി മാരകമായ മുറിവേറ്റുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തം വാർന്ന് പിടഞ്ഞ് വലിച്ച് റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പിരിയുന്നത് വരെ അവസാന ശ്വാസത്തിലും ആ മഹദി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അല്ലാഹ് ഇല്ലാതെ ആരാധ്യനില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മൻഖൂസ് മൗലൂദിന്റെ ഒരു വരികളിലൂടെ പൊളിഞ്ഞു പോകുന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മൻഖൂസ് മൗലൂദിന്റെ വരികളിലൂടെ പൊളിഞ്ഞു പോകുന്നത്. സൂക്ഷിക്കുക. എത്രയൊക്കെ വിട്ടുവീഴ്ചയുള്ള ആളാണ് പ്രവാചകൻ, പക്ഷേ കലിമത്തു തൗഹീദിന്റെ വിഷയത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിരുന്നില്ല. ഈ ഉമ്മത്തിനോട് പ്രവാചകന് എത്രമാത്രം ഗുണകാംക്ഷ ഉണ്ടായി എന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകനോട് പറയുകയാണ്, നബിയേ, അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എന്റെ മുമ്പും പിമ്പുമുള്ള എല്ലാ പാപങ്ങളും പുറത്തു തരാൻ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും, നബിയെ ദുആ ചെയ്താലും അല്ലാഹുവിന്റെ റസൂൽ അതാ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ മാ ഖദ്ദംഹാ വമാ അഖറഹാ വമാ അസ്റഹാ വമാ അലൻഹാ. അല്ലാഹുവേ, എന്റെ ആയിഷയുടെ മുമ്പും പിമ്പുമുള്ള എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേ നാഥാ. അവൾ രഹസ്യമാക്കിയതും പരസ്യമാക്കിയതുമായ എല്ലാ പാപങ്ങളും ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് ആയിഷക്ക് വേണ്ടി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് സന്തോഷത്തിന്റെ സാഗരം ഉണ്ടാകുകയാണ്. മുഖമതാ വെളുക്കുകയാണ്. സന്തോഷം കൊണ്ട് നമ്മുടെ ഉമ്മ ചിരിക്കുകയാണ്. ഹദീസ് പറയുന്നു, ചിരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെറ്റിത്തടം അവരുടെ മടിയിലേക്ക് മുട്ടുമാർ അവർ ചിരിച്ചു പോകുകയാണ്. അത്രയും സന്തോഷമാണ്. അതാ റസൂൽ ചോദിക്കുന്നു, ആയിഷ, എന്റെ പ്രാർത്ഥന നിന്നെ ഇത്രമാത്രം സന്തോഷിപ്പിച്ചോ ആയിഷ? എന്റെ ദുആ നിന്നെ ഇത്രമാത്രം സന്തോഷിപ്പിച്ചോ ആയിഷ? ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറയുകയാണ്, അതേ റസൂലേ, അങ്ങയുടെ പ്രാർത്ഥന എന്നെ ഇത്രമാത്രം സന്തോഷിപ്പിച്ചു റസൂലേ, എനിക്ക് അത്രമാത്രം ആനന്ദമുണ്ടായി. അവിടെ പ്രവാചകൻ പറയുകയാണ്, ഞാനൊരു വഖത്ത് പോലും നമസ്കരിക്കാറില്ല ഈ ദുആ എന്റെ ഉമ്മത്തിന് ചെയ്തുകൊണ്ടല്ലാതെ. എന്റെ സമുദായത്തിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും വേണ്ടി അവരുടെ മുമ്പും പിമ്പുമുള്ള രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലാതെ പ്രിയപ്പെട്ട ആയിഷ എന്റെ ഒരു വഖത്ത് നമസ്കാരം പോലും കടന്നു പോകാറില്ല. എല്ലാ ദിവസവും ഞാൻ അവർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്. പ്രവാചകൻ നമ്മെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്. മരണത്തിന്റെ സമയത്ത് പോലും, മരണശയ്യയിൽ കിടക്കുന്ന സമയം ശരീരം മുഴുവൻ വലിഞ്ഞു മുറുകുന്ന വേദനയാണ്, തല പൊട്ടിത്തെറിക്കുന്ന വേദനയാണ്. 7 വ്യത്യസ്തമായ കിണറുകളിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കൊണ്ട് മുഖം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രധാനമായ വിഷയങ്ങളിൽ വസിയത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സുപ്രധാന
സുപ്രധാനമായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകന്റെ ഏറ്റവും വലിയ ആദി എന്താണെന്നറിയുമോ? പ്രയാസം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മത്തി യാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ സമുദായം, എന്റെ സമുദായത്തിന്റെ ഗതി എന്താകും, എന്റെ ഉമ്മത്തിന്റെ ഗതി എന്താകുമെന്ന് വിചാരിച്ച പ്രവാചകൻ വേവലാതിപ്പെടുകയാണ്, സങ്കടപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നാളെ മഹ്ശറ മൈതാനിയിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ കൂടി നിൽക്കുന്ന ആ മനുഷ്യ മഹാസഞ്ചയത്തിന്റെ വിചാരണ വേദനയിൽ മറ്റൊരാളെ കുറിച്ച് ഓർത്ത് കരയുന്ന ഒരു മനുഷ്യരുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂൽ മാത്രമാണ്. ഓരോ പ്രവാചകന്മാരും നഫ്സി നഫ്സി, എന്റെ സ്വന്തമേ, എന്റെ സ്വന്തമേ, എന്റെ സ്വന്തമേ എന്ന് പറഞ്ഞ് അവരവരുടെ കാര്യം നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുന്ന പണി എന്താണെന്ന് അറിയുമോ? പ്രിയപ്പെട്ടവരെ, സിറാത്ത് പാലം തന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോ ആളുകളും സിറാത്ത് പാലം കടക്കുമ്പോ ആ സിറാത്ത് പാലത്തിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ റബ്ബി സല്ലിം സല്ലിം, യാ റബ്ബി സല്ലിം സല്ലിം, അല്ലാഹുവേ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ, അല്ലാഹുവേ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ.